നമസ്കാരം. പിറവം നഗരസഭയിലെ തിരഞ്ഞെടുപ്പിൻ്റെ ശക്തമായ പാനലുകളെല്ലാം അവതരിപ്പിച്ച് വോട്ടുകളെല്ലാം പെട്ടിയിലാക്കിയിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം 13-ാം തീയതി രാവിലെ മുതൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമോ, അവരുടെ എത്രമാത്രം വിജയ ശതമാനം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിയും കുറച്ചും കൂടിച്ചും ഇരിക്കുന്ന സമയത്ത് UDFിൻ്റെ ചെയർമാൻ ഷാജു എലഞ്ഞിമറ്റം നമ്മളോടൊപ്പം വീണ്ടും ചേരുകയാണ്. ഷാജു ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്താണെങ്കിലും വളരെ ശക്തമായ ഒരു മത്സരം നടന്നു. ആ മത്സരത്തിൽ UDF എത്ര വള്ളപ്പാടകലയിലേക്ക് എത്തിയെന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ചോദ്യം. നിരവധി ആൾക്കാർ രാഷ്ട്രീയപരമായിട്ട് 20 കിട്ടി, 18 കിട്ടി, 22 കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ UDF ചെയർമാൻ പറയാനുള്ള സമയമായി അല്ലേ? പറയാം. കൃത്യമായ കണക്കുകൾ നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. എങ്കിലും ആവറേജ് വാർഡിലെ പ്രവർത്തനവും അവിടുത്തെ സ്ഥാനാർത്ഥിയുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കേണ്ട വോട്ടുകളും അവർക്ക് ലഭിക്കേണ്ട വോട്ടുകളും, മൂന്നാമതൊരു മുന്നണി ഉള്ള വാർഡുകളിലാണെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട വോട്ടുകളും തമ്മിൽ നമ്മൾ തുലനം ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വിജയമാണെങ്കിൽ വിജയം, അത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഇപ്പം അങ്ങനെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ UDF ചെയർമാന് ഈ കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥികളൊപ്പം ഓടി നടന്ന് വികസനം ഉണ്ടോ ഇല്ലയോ, കഴിഞ്ഞ കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു താരതമ്യ പഠനം നടത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വിജയ ശതമാനം ഏകദേശം എന്ന് പറയാം. വിജയ്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് 18 സീറ്റിനും 20 സീറ്റിനും ഇടയ്ക്ക് ലഭിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് ഒട്ടും പിറകോട്ട് പോകുന്നില്ല. നല്ല ഒരു കാലാവസ്ഥ വന്നാൽ അതിലും മേലെ വരാവുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ഒരു സംശയ കാര്യത്തിലില്ല. നിലവിലപ്പോൾ UDF ഒരു 18 മുതൽ 20 വരെ സീറ്റുകൾ പിടിച്ച് പിറവം നഗരസഭ തിരിച്ചു പിടിക്കും അല്ലേ? യാതൊരു സംശയമില്ല, തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലുകൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ട്. എന്നാലും നമുക്കിപ്പോൾ ഒരു ഏകദേശം ഇപ്പം LDFും UDFും NDA എല്ലാം പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ രൂപരേഖ കിട്ടണമെങ്കിൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പഠിപ്പുര പോകാതെ തന്നെ ഏകദേശം നിങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണല്ലോ പറയുന്നത് അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ നമ്മൾ പറയുന്നത് ചുമ്മാ ഊഹാഭോഗം വെച്ച് സംസാരിക്കുന്നതല്ല. നമ്മൾ നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥികളും അവിടെ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ടും പ്രകാരം മാത്രമാണ്. എനിക്കിപ്പോൾ 28 വാർഡിൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ എനിക്ക് ആവില്ല. എൻ്റെ വാർഡിലെ കാര്യങ്ങൾ എനിക്ക് ശക്തമായിട്ട് പറയാൻ കഴിയും. അതുപോലെ 28 വാർഡിലും അതേപോലെ പറയാൻ എനിക്ക് കഴിയില്ല. എൻ്റെ വാർഡിൽ എത്ര വോട്ട് ലഭിക്കും, എത്ര വോട്ട് ലഭിക്കില്ല എന്നൊക്കെ എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ 28 വാർഡിലെയും ആവറേജ് നമ്മൾ കണക്കെടുക്കുമ്പോൾ നമുക്ക് ഭരണം ലഭിക്കും. നിലവിലപ്പോൾ UDF കഴിഞ്ഞ 10 വർഷക്കാലം നഗരസഭ ഭരിച്ച് വളരെ വ്യക്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് 5 വർഷം നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നല്ലേ? യാതൊരു സംശയമില്ല. സാധാരണക്കാരായ ജനങ്ങൾക്ക് അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്കത് ഇത്തവണ നടത്തിയ ഓരോ കോർണർ യോഗങ്ങളിലും കൃത്യമായി അത് അവർ പറഞ്ഞ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് ശക്തമായിട്ടത് ബോധ്യമാവുകയും അതിന് വിപരീതമായി പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം 9.5 വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരായ ഒരു വികാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പൊ ഇതെല്ലാം വോട്ടായി മാറ്റി നമ്മൾ പെട്ടിയിൽ 28 സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു UDF ചെയർമാൻ എന്നുള്ള നിലയിൽ ഒരു കാര്യങ്ങളൊക്കെ നടത്തി അതിന്റെ പാച്ചപ്പൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ? അതെ, ഇപ്പോൾ അതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാ കണക്കൂട്ടലുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് നാളെ കഴിഞ്ഞ് പോളിംഗ് ബൂത്തിൽ നമ്മുടെ കൗണ്ടിങ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ നമുക്കപ്പോൾ അറിയാം. ആരൊക്കെ എന്തൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാം മറുപടി അവിടെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം UDF വിജയിച്ച് നഗരസഭയിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം നേരത്തെ തന്നെ UDF ചെയർമാൻ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ UDF നേതൃത്വത്തിലുള്ള ആൾക്കാരെല്ലാം വന്ന് വിജയിച്ച് ഭരണം തിരിച്ചു പിടിക്കും എന്നുള്ളതിൻ്റെ 100% ഉറപ്പ് തന്നെ അന്ന് പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ആ കാര്യങ്ങൾ അങ്ങനെ പോട്ടെ. ഇനി നമുക്ക് തുടർച്ചയായിട്ട് ഇപ്പോൾ നിലവിൽ ചർച്ചകളിലൂടെ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങി എല്ലാവരും. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിന് മറുപടി കൊടുക്കേണ്ടത് UDF ചെയർമാൻ്റെ ഒരു കാര്യത്തിൽ പെടുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും ഓരോ ചർച്ചകളിലും വന്ന് LDFിന്റെ നേതാക്കന്മാർ പറഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് TV ഒരു CK പ്രകാശിൻ്റെ ഒരു ചർച്ച ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ചർച്ചയുടെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും മറുപടി പറയേണ്ട കാര്യം നമുക്കില്ലെങ്കിലും പ്രകാശിനെ പോലെ ആൾക്കാരെ അങ്ങനെ വില കുറഞ്ഞ് കാണേണ്ട കാര്യങ്ങൾ ഇതിനകത്തില്ല. അവരുടെ പ്രവർത്തനവും അവരുടെ മികവും കണ്ട് ഇത്തവണ അവർക്ക് ഭരണം ലഭിക്കും, അത് അദ്ദേഹത്തിൻ്റെ ആവശ്യം. പക്ഷേ UDFിൽ ആരെ നിർത്തണം ആരെ നിർത്തണ്ട എന്ന് UDF തീരുമാനിക്കും. അതിന് അവരുടെ സപ്പോർട്ടൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അത്തരം വിഷയങ്ങളിൽ
ഇടപെടാതിരിക്കുന്നതാണ് ഭംഗി. പേരെടുത്ത് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിലവിൽ പറഞ്ഞ UDFന്റെ നേതാക്കന്മാരായ കുറെ ആൾക്കാർക്ക് സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുത്തില്ല, അവരെല്ലാവരെയും തഴഞ്ഞു എന്നുള്ളതാണ്. UDF ചെയർമാൻ ആണല്ലോ നിലവിൽ ഈ ഒരു 28 സീറ്റുകളും നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ധാരണ പുറത്തായിരിക്കും അവരും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത്. താങ്കളുടെ പാർട്ടിയുടെ ഉള്ള കോൺഗ്രസിന്റെ ആൾക്കാരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് പാലച്ചോടിലുള്ള 2-3 നേതാക്കന്മാരും, ഒപ്പം തന്നെ അവർ പേര് തന്നെ എടുത്ത് അഡ്വക്കേറ്റ് സക്കറിയ വർഗീസ് എന്ന് പറയുന്നുണ്ട്, ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞു, വർക്കി തച്ചിലുകണ്ടം, അതുപോലെ ജെയിംസ് കുറ്റിക്കോടൻ, റെജി മനോജ്, അങ്ങനെയുള്ളവരെല്ലാം അവരെല്ലാം സീറ്റ് ചോദിച്ചിരുന്നു, സീറ്റ് കിട്ടിയില്ല, അവരെയൊക്കെ ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് താങ്കളുടെ കൂടെയുള്ള ആൾക്കാരാണ്, അപ്പൊ അതിനുള്ള മറുപടി വേണമല്ലോ. അതിപ്പോ CK പ്രകാശിന് വാർഡിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിൽ അങ്ങനെ പറയില്ല. കാരണം എന്താ വെച്ചാൽ റെജി മന്നാച്ചി മത്സരിച്ച വാർഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണമെന്നും കഴിഞ്ഞ തവണ LDFിൽ നിന്നയാളാണ് UDFിലേക്ക് വന്നു, അതിനു മുമ്പ് UDFിൽ നിന്നയാൾ LDFിലേക്ക് വന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാർഡ് ജനറലാണോ വനിതയാണോ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. റെജി മന്നാച്ചി അത്തരത്തിൽ വാർഡിൽ കൊണ്ട് നിർത്തണം എന്നാണോ അദ്ദേഹം നിർദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അഡ്വക്കേറ്റ് സക്കറിയെക്കുറിച്ച് പറഞ്ഞു. അഡ്വക്കേറ്റ് സക്കറിയ വർഗീസിൻ്റെ വാർഡ് നിങ്ങൾക്കറിയാമല്ലോ, അവിടെ മത്സരിക്കുന്ന ആരാണെന്നും അവിടെ നമ്മുടെ റെജി ചുള്ളിക്കൽ എന്നൊരാളാണ് അവിടെ മത്സരിക്കുന്നത്. ആ വാർഡിൽ അഡ്വക്കേറ്റ് സക്കറിയമ്മയ്ക്ക് മത്സരിക്കാൻ കഴിയുമോ എന്നുള്ളതും പ്രകാശ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. അത് ഹരിജൻ സംവരണ വാർഡാണ്. ആ വാർഡിൽ കൊണ്ട് അഡ്വക്കേറ്റ് ചന്ദ്രനെ നിർത്താൻ പറ്റുമോ? എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സക്കറിയെ സംബന്ധിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. അഡ്വക്കേറ്റ് സക്കറിയ വർഗീസിൻ്റെ ആ 15, 16, 17 വാർഡുകളെല്ലാം ഒക്കെ വനിതാ വാർഡുകളാണ്, ഒന്നും ജനറൽ വാർഡായിട്ടില്ല. അതുകൊണ്ടാണ് അവർ മാറി നിൽക്കേണ്ടതെന്ന്. പിന്നെ അദ്ദേഹം വളരെ പരിഭവത്തോടെ പറഞ്ഞു ജെയിംസ് കുറ്റിക്കോടനെ മത്സരിപ്പിച്ചില്ല എന്ന്. ജെയിംസ് കുറ്റിക്കോടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേറെ ഒരു വാർഡിൻ്റെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. 11ാം ഡിവിഷൻ്റെ ചാർജ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം അവിടെ പൂർണ്ണമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന് 17ാം വാർഡിൻ്റെ ചാർജ് കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് വെറുതെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ചാനലിലൊന്നും അങ്ങനെ സംസാരിക്കരുത്. അല്ലെങ്കിൽ മറ്റൊരു ആരോപണം കൂടി കേട്ടിരുന്നു താങ്കൾ. അത് പക്ഷേ താങ്കൾ കോൺഗ്രസിന്റെ നേതാവ് ആയതുകൊണ്ട് ചോദിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഐഷ മാധവൻ ഇടതുമുന്നണിയിൽ നിന്നിട്ട് വീണ്ടും UDFിലേക്ക് വന്നവരാണ്. ലാസ്റ്റ് നിമിഷം വരെ അവർക്ക് സീറ്റ് കൊടുത്തില്ല. അപ്പോൾ അവർ സീറ്റ് കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങളോടും സീറ്റ് ചോദിച്ചിരുന്നു. ആ സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ അവസാന നിമിഷം MLA പോകല്ലേ എന്ന് പറഞ്ഞ് സീറ്റ് കൊടുത്തു എന്ന് പറയുന്നത് അത് കേട്ടിരുന്നോ? അത് CKP അങ്ങനെ അത്ര പോകല്ലേ എന്ന് പറഞ്ഞതും CKP പറഞ്ഞ പദപ്രയോഗങ്ങൾ ഞാൻ പറയുന്നില്ല. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് LDFിൻ്റെ കാര്യം നോക്കുക, UDFിൻ്റെ കാര്യം നോക്കുക. ഞങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതവർ പറയട്ടെ. ഇവിടെ സീറ്റ് ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്ന് UDFിന് ഉത്തമ ബോധ്യമുണ്ട്. അതും പ്രകാരം UDF ആലോചിച്ചിട്ടാണ്, ഞാനൊരു വ്യക്തി ആലോചിച്ചിട്ടല്ല. അതിന് ഞങ്ങൾക്കൊരു കോർ കമ്മിറ്റി ഉണ്ട്. ആ കോർ കമ്മിറ്റിയിലെടുത്ത തീരുമാനമാണ്. അല്ലാതെ എനിക്ക് വ്യക്തിപരമായി യാതൊരുവിധ താല്പര്യമോ സ്നേഹമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഒന്നും ആരോടുമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ പറഞ്ഞു നടക്കുന്നതാണ്. അതിന് നമ്മുടെ കയ്യിൽ മറുപടിയില്ല. നമ്മളതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. നിലവിലിപ്പോ കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷത്തിരുന്ന കൗൺസിലർമാർ, പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലർമാർ നിരവധി, എനിക്ക് തോന്നുന്നു 5-8-10 നല്ല കൗൺസിലർമാരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം മാറി പുതുമുഖങ്ങളെ അവതരിപ്പിച്ചപ്പോൾ താങ്കളെ പോലുള്ള ആ ഒരു സ്ഥാനാർത്ഥികൾക്ക് എത്രമാത്രം ഉള്ള വാർഡുകളിലൊക്കെ എത്രമാത്രം ഒരു പ്രയോജനം കിട്ടിക്കാണുന്നത്? ഞങ്ങൾ പുതുമുഖത്തെ വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പം വനിതകളിലാണ് പുതുമുഖത്തെ കൂടുതൽ കൊണ്ടുവരുന്നത്. നമ്മുടെ വാർഡിൽ ജനറലായിട്ട് വരുന്ന വാർഡുകളിൽ അതാത് വാർഡുകളിൽ പ്രവർത്തിക്കാനില്ലെങ്കിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു. വാർഡ് മാറി ആരും മത്സരിക്കേണ്ട എന്നൊരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഇപ്പം ഞാൻ മത്സരിക്കുന്നില്ലേ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. എൻ്റെ വാർഡ് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി അത് നേരത്തെ തന്നെ ഞാൻ സംസാരിച്ച് ആ വാർഡിൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള ഒരാളെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം പിന്നെ മറ്റു വാർഡുകളിലേക്ക് ആരും മാറി നിൽക്കണ്ട എന്ന് പാർട്ടി ഒരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് പലർക്കും സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പോയത്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവർക്ക് ബുദ്ധിമുട്ടുമുണ്ട്, അത് ഞങ്ങൾക്കറിയാം.
പക്ഷേ ഒരു വാർഡിൽ നിന്ന് ആരെ പ്രിഫർ ചെയ്യുന്നു അവരെ മാത്രമേ ഞങ്ങൾ കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ 72% മുതൽ 73% വരെ പോളിംഗ് ആണ് പിറവം നഗരസഭയുടെ കീഴിൽ നടന്നിട്ടുള്ളത്. ഈ ഒരു പോളിംഗ് ശതമാനം വെച്ചിട്ട് നമുക്ക് പിറവത്ത് കുറവാണ് ശരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം UDFിനെ ഗുണം ചെയ്യുമോ? അത് പല വാർഡുകളിലും ഞാൻ കണക്കെടുത്ത് നോക്കി. എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ 100 വോട്ടോളം, അതിനകത്ത് ഒരു 15, 12, 13 പേരോളം മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ വിദേശത്ത് പഠിക്കാൻ പോയ കുട്ടികൾ ഒത്തിരിയുണ്ട്, സ്ഥലത്തില്ലാത്തവരുണ്ട്. ഞങ്ങൾ അതെല്ലാം മാറ്റി നോക്കുമ്പോൾ 94.5% 90-ന് മേളിലേക്കാണ് മിക്ക വാർഡുകളിലും വന്നിരിക്കുന്നത്. 1-2 വാർഡിൽ മാത്രമേ കുറവുള്ളൂ. അവിടെയൊന്നും ആൾക്കാരതില്ല. എല്ലാം ജോലിക്ക് വേണ്ടി, ഇവിടുത്തെ തൊഴിൽ സാധ്യത കുറവായതുകൊണ്ട് എല്ലാം വിദേശത്ത് പഠനവുമായി പോയിരിക്കുന്ന കുടുംബങ്ങളാണ് ഭൂരിപക്ഷവും. നിലവിലിപ്പോൾ താങ്കൾക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് ആരംഭിച്ച പോലെ കുറച്ച് തലവേദന ഉണ്ടായതാണ് റിബൽ സ്ഥാനാർത്ഥികൾ വന്നത്. നിലവിൽ നഗരസഭയുടെ വിവിധ വാർഡുകൾ UDFിൻ്റെതായിട്ടുള്ള വാർഡുകൾ തന്നെ, അവിടെ തന്നെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെ ഘടകകക്ഷികളുടെ എല്ലാ സ്ഥാനാർത്ഥികൾ കയറി നിന്നപ്പോൾ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ? ഞാനതിന് മറുപടി പറയാൻ LDFിൻ്റെ ഒരു പാർട്ടി മെമ്പർ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇവിടെ നിർത്തി മത്സരിക്കുകയും അദ്ദേഹവും ഈ ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഞാൻ എന്തായാലും LDFിനോട് ശക്തമായി നിൽക്കരുതെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും നിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ സീറ്റ് ആവശ്യപ്പെട്ടു, കിട്ടിയില്ല, ഞാൻ നിൽക്കും. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം, അതൊന്നും ഞങ്ങളുടെ കാര്യങ്ങളല്ല. അദ്ദേഹം നിൽക്കുന്നു, അദ്ദേഹത്തിന് കഴിവുണ്ട്, ജയിക്കട്ടെ. അതല്ലാതെ ഇപ്പോൾ ഒരു വാർഡിൽ ഇപ്പോൾ എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്തും 2 പേര്, ഇപ്പോൾ പ്രകാശ് തന്നെ സംസാരിച്ച് ഒരു മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നാണ് അത് പറഞ്ഞത്. ജില്ലാ പ്രസിഡന്റ് അല്ലാതെ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി സീറ്റ് ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനോട് ഞാൻ 10-ാം വാർഡിലും 11-ാം വാർഡിലും ഈ നമ്മുടെ അനിത സജിയോട് സ്ഥാനാർത്ഥിത്വം കൊടുക്കാം, 11-ലോ 12-ലോ മറ്റേ ഞങ്ങൾ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തതാണ്. ഞങ്ങൾക്ക് മുന്നണിയുമായി ചില ബന്ധങ്ങളുണ്ടാകും, മുന്നണിയുമായി ചർച്ച ചെയ്തിട്ട് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വന്നപ്പോൾ 11, 12, 10, 11 വാർഡുകളിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അനിത സജി തന്നെ വന്ന് എന്നോട് പറഞ്ഞതാണ്, ഇല്ല ഷാച്ചേട്ടാ, ഞാനതിൽ മത്സരിക്കുന്നില്ല. എനിക്ക് 15 കിട്ടിയെങ്കിൽ 19 കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ മത്സരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. 19 ഘടകകക്ഷികൾക്ക് കൊടുത്തു. പിന്നെ അവിടെ നിൽക്കാൻ നിവൃത്തിയില്ലല്ലോ. അങ്ങനെയാണ് ചേട്ടാ ഞാൻ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് പറഞ്ഞു. ഒരു വ്യക്തി സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് നമുക്ക് ഒരു കാരണവശാലും അവർ നിൽക്കരുത് എന്ന് പറയാൻ ഒക്കില്ല. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം CPM-ൽ ഒരു പാർട്ടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ പിതാവ് മത്സരിച്ചപ്പോൾ പറഞ്ഞു, നിന്നെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് CPM പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ആരോടും പറഞ്ഞിട്ടുമില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിലവിലിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് താങ്കളൊരു UDF ചെയർമാൻ എന്നുള്ള വലിയൊരു എന്നാ പറയണ, അതിന് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിറഞ്ഞൊരു മാസമായിരുന്നു. യാതൊരു സംശയവുമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ കഷ്ടപ്പാടുണ്ടാകുന്നത് സാധാരണക്കാരൻ്റെ പ്രയാസം വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കതിൽ ബുദ്ധിമുട്ട് വരും. അവർക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇലക്ഷൻ സംബന്ധിച്ച് ഒരു കൃത്യമായി ഞാൻ പറയാം, LDF UDF തമ്മിൽ ഒരു ഫൈറ്റോ യുദ്ധമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിറവത്ത് അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷം എന്നും ഉണ്ട്. നേതൃത്വം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്നുള്ളൊരു സ്ഥലമാണ് പിറവം. പക്ഷേ അണികൾക്കുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സാധാരണക്കാരായ സ്ഥാനാർത്ഥികൾക്കുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികത്തിൻ്റെ വിഷയങ്ങൾ, ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നിത്യേന വിളിക്കുമ്പോഴും അവരുടെ കാര്യത്തിൽ ഇറങ്ങി ചെല്ലുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകളും, അത് തന്നെയല്ല ആ വാർഡിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ നേതൃത്വം മന്നെന്ന് പറയുമ്പോഴും ഞാൻ ഇവിടുന്ന് എൻ്റെ പ്രവർത്തകരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോയി സഹായിക്കാവുന്നിടത്ത് സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു മാസം വളരെ പ്രയാസത്തിൻ്റെ മാസം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കഷ്ടപ്പാടിൻ്റെ മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. നിലവിലിപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ MLA-യുടെ ഒരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ രീതിയിൽ എല്ലാ വാർഡുകളിലും ഉണ്ടായിരുന്നു. അത് എത്രമാത്രം ഗുണം ചെയ്യും? MLA-ക്ക് നിയോജക മണ്ഡലത്തിൽ മുഴുവൻ എത്തിപ്പെടേണ്ടത് ആവശ്യകത ഉള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ പോവുകയും പിറവത്ത് കിട്ടിയ സമയങ്ങൾ മാക്സിമം നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെല്ലണമെന്ന് ചില ഏരിയകളിൽ വളരെ നിർബന്ധമായി പറയുകയും സമയമില്ലെങ്കിലും അദ്ദേഹം വന്ന് എല്ലാത്തിലും ഭംഗിയായിട്ട് പങ്കെടുക്കുകയും എല്ലാവരെയും സന്തോഷമായിട്ട് എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടാണ് പോയത്. നിലവിലിപ്പോൾ അത് LDF-ന്റെ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലവർ പറഞ്ഞിരുന്നു, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു വോട്ട് അഭ്യർത്ഥന കൂടിയാണ് MLA-യുടെ എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടിരുന്നോ? അത് സത്യം തന്നെയാണ്. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി അദ്ദേഹത്തിന് ഇതൊരു നല്ല സൗകര്യമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കോർണർ യോഗങ്ങളിലും അദ്ദേഹം കഴിയുന്നിടത്തോളം പങ്കെടുത്തു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞാൻ ഇലക്ഷൻ്റെ സമയത്ത് അത്രയും കുറച്ച് പണിയെടുത്താൽ മതി. അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വരുന്നതും എല്ലാവർക്കും വലിയ പ്രിയമാണ്. അപ്പോൾ വരുമ്പോൾ ആൾക്കാർക്ക് വലിയ സന്തോഷമാണ്.
അപ്പം ഞങ്ങളൊക്കെ ചെല്ലുന്നതിലും വലിയ സന്തോഷമാണ്. MLA വരിക എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. അദ്ദേഹം ഒരു ജനകീയനാണല്ലോ, ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യനല്ലേ, എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ്. എന്താണേലും നിലവിലിപ്പോൾ UDFന്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സീറ്റ് കിട്ടാത്തതിലും അതുപോലെ തന്നെ മറ്റുള്ള ചില വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഈ ഒരു 13-ാം തീയതി കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവരെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു UDF അല്ലെങ്കിൽ നല്ലൊരു കോൺഗ്രസ്, പുതിയ ഒരു യുഗം ഉണ്ടാകാനുള്ള UDF ചെയർമാന്റെ തന്ത്രങ്ങളും എല്ലാം മെനഞ്ഞു തുടങ്ങിയോ? അല്ല, അതെ, ഒരു ഇലക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ. ആ ഇലക്ഷനിൽ പാർട്ടിയോട് ചേർന്ന് നിന്ന്, സ്ഥാനാർത്ഥിയോട് ചേർന്ന് നിന്ന് വോട്ട് പിടിക്കാനും അവനെ സഹായിക്കാത്ത ഒരാൾ അദ്ദേഹം പിന്നെ UDF ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് അവർ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടിയുടെ നിർണായക ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് മാറി നിന്നിട്ട് പിന്നെ ഞാനാണ് എന്ന് പണ്ട് സോളമൻ പറഞ്ഞ പോലെ ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. പാർട്ടിയുടെ പ്രതിസന്ധിയിൽ കൂടെ നിൽക്കേണ്ടതാണ്. നിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അത് ചോദിക്കും. നിലവിലിപ്പോൾ താങ്കളുടെ ഈ ഒരു ആൻസറിൽ തന്നെ ഉണ്ട്. എന്താണെങ്കിലും UDF ചെയർമാൻ ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും വ്യക്തമായ ഈ പാർട്ടിയോടൊപ്പം നിൽക്കാത്തവരും ഈ ഇങ്ങനെയുള്ള ആഭ്യന്തര സമയങ്ങളിൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കാത്തവരോട് മുഖേന ചോദ്യം ചോദിക്കും. അതിനുള്ള ആൻസറുകളും അതുപോലെ തന്നെയുള്ള നടപടിക്രമങ്ങളും ഉണ്ടാവും തന്നെയല്ലേ? അതെ, അത് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ പ്രവർത്തിച്ചു, ആരൊക്കെ പ്രവർത്തിച്ചില്ല എന്നുള്ള ലിസ്റ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൊടുക്കും. നമുക്കായിട്ടൊരു നടപടി എടുക്കാൻ നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ വലിയ അധികാരങ്ങളൊന്നുമില്ല. അത് എന്ത് നടപടി എടുത്താലും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും UDFന്റെ നേതൃത്വത്തിൽ നിന്നും മാത്രമേ അതിന് നടപടിക്കുള്ള അധികാരം അവർക്കാണ്. അത് അവരെ എടുക്കത്തുള്ളൂ, ഞങ്ങളാരും എടുക്കില്ല. എന്താണെങ്കിലും വളരെ സന്തോഷം. UDF ചെയർമാൻ ഷാജു എലഞ്ഞിമറ്റം നഗരസഭയുടെ തെരഞ്ഞെടുപ്പിന്റെ ശക്തമായ തേരോട്ടം UDFന്റെ പാനലിൽ നിന്നുണ്ടാകുമെന്നും ഏകദേശം 18 മുതൽ 20-22 വരെയുള്ള വാർഡുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് UDFന്റെ നല്ലൊരു തേരോട്ടം പിറവം നഗരസഭയിൽ ഉണ്ടാകുമെന്നും വരാൻ പോകുന്ന ദിവസങ്ങൾ വികസനത്തിന്റെ പാതയിലേക്ക് പോകാനുള്ള ഒരു ചുവട് തന്നെ UDFന്റെ നേതാക്കന്മാരെല്ലാവരും ഒപ്പം വെച്ചിട്ടുണ്ട്. MLAക്കും നല്ല സപ്പോർട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 22 വരെയുള്ള വാർഡുകളല്ല, അതിനപ്പുറവും ഞങ്ങൾ ജയിക്കുന്നതാണ്. 28 വാർഡും 22 വരെ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിചാരിക്കും 24 നാളെ അടിക്കുറിപ്പ് വരും. 22 വരെ അല്ല, 28 വാർഡുകളിലും നമ്മുടെ പ്രവർത്തനത്തിൽ 22-ൽ കൂടുതൽ സീറ്റുകൾ ജയിക്കാം എന്നുള്ളതാണ്. വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാവും, ഒരു സംശയമില്ലാത്ത കാര്യമില്ല. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി. പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നിയമസഭയിലുണ്ടാകുന്ന പോലെ വലിയ ഭൂരിപക്ഷങ്ങളൊന്നും ആയിരിക്കില്ല. ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം അത് രണ്ട് കൂട്ടർ ആര് ജയിച്ചാലും ഭൂരിപക്ഷത്തിൻ്റെ എണ്ണം 100-ൽ താഴെയൊക്കെ ഉള്ള ഒരു റേഷ്യോ വരാൻ സാധ്യതയുള്ളൂ. എന്താണെങ്കിലും വളരെ സന്തോഷം. UDF ചെയർമാൻ ഷാജു എലഞ്ഞിമറ്റം ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വരാൻ പോകുന്ന പെട്ടിക്കകത്ത് കിടക്കുന്ന വോട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും വിജയിച്ച് ഒരു നല്ലൊരു മുന്നണി തന്നെ UDF മുന്നണി തന്നെ ഭരിക്കുമെന്നുള്ള ഒരു കൃത്യമായ ഒരു രൂപരേഖ തന്നെ അദ്ദേഹം തയ്യാറാക്കി. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അദ്ദേഹം വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള അനുഭവിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയതെന്നും പറഞ്ഞു. വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു ധാരണയുണ്ട് UDFന്. വിജയിച്ചു വരുമെന്ന് UDF പറയുന്നു, LDF വിജയിച്ചു വരുന്നു എന്ന് പറയുന്നു. എന്താണെങ്കിലും ആര് തന്നെ വിജയിക്കട്ടെ, പിറവത്തിന് നഗരസഭയിലേക്ക് വരാൻ പോകുന്ന നല്ല വികസന കാഴ്ചപ്പാടുള്ള ഒരു തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താണെങ്കിലും UDF ചെയർമാൻ ഇത്രയും സമയം നമ്മോടൊപ്പം ചേർന്നതിന് വളരെ സന്തോഷം. 13-ാം തീയതി ഒപ്പം കളത്തിൽ കാണാമെന്നാണ് UDF ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട്. ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ ആര് തന്നെ ആകട്ടെ, ആ വാർഡിനൊക്കെ നല്ല വികസനം കൊണ്ടുവരാൻ പറ്റുന്നവരെ തന്നെ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഭാവങ്ങൾ തരുന്നു. താങ്ക് യു വെരി മച്ച്.